നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫലസ്തീൻ പ്രദേശമായ ഗാസ ഭരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ സ്ഥിരീകരണം കുറച്ചു മുമ്പാണ് പുറത്തുവന്നത്. ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സൈന്യം അറിയിക്കുകയായിരുന്നു. ഇറാൻ പ്രസിഡന്റ് മസ്ഊദ് പെസെഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹാനിയ. ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖംനേയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇറാനിൽ കടന്ന് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഹാനിയയുടെ ടെഹ്റാനിലെ വീട് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. സംഭവത്തിൽ ഹാനിയയുടെ സുരക്ഷാ ജീവനക്കാരന്റെ ജീവനും നഷ്ടപ്പെട്ടു. ഫലസ്തീനും ഇസ്രയേലിനും ഇടയിലെ സംഘർഷത്തിൽ എപ്പോഴും പറഞ്ഞു കേട്ടിരുന്ന പേരായിരുന്നു ഇസ്മായിൽ ഹാനിയയുടേത്. ഗാസയിൽ ഇസ്രയേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ മുഖമായിരുന്നു ഹാനിയ. ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മായിൽ ഹാനിയുടെ കുടുംബ വീട് തകരുകയും 2 പേരക്കുട്ടികളടക്കം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 2017 മുതലാണ് ഹമാസിന്റെ നേതൃമുഖമായി ഇസ്മായിൽ ഹാനിയ മാറുന്നത്. ഗാസ മുൻപിലെ യാത്രാ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തുർക്കി വഴിയായിരുന്നു ഹാനിയ ഖത്തറിലെത്തിയിരുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിലും ഹമാസിന്റെ മുഖമായിരുന്നു ഹാനിയ. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ എല്ലാം ഹമാസിന്റെ കാര്യങ്ങളിൽ നിലവിൽ സംസാരിച്ചിരുന്നത് ഹാനിയയായിരുന്നു. അറബ് രാജ്യങ്ങൾ ഇതേവരെ ഒപ്പുവെച്ച ഒരു കരാറിനും ഫലസ്തീനിനും ഇസ്രയേലിനും ഇടയിലെ സംഘർഷം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹാനിയ പ്രഖ്യാപിച്ചിരുന്നത്. അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഹാനിയയുടെ ഈ പരാമർശം. ഹമാസ് നേതാവായ ഖാലിദ് മിഷേലിനൊപ്പമായിരുന്നു ഇസ്മായിൽ ഹാനിയ ഗൾഫ് മേഖലയിൽ നയതന്ത്ര ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഇസ്രായേലിൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനികളെ വിട്ടയക്കുന്നതിനും ഹമാസിനും ഗാസയ്ക്കും കൂടുതൽ സഹായം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഇവർ പ്രവർത്തിച്ചിരുന്നു. ഇരുവരെയും ഹമാസിനെയും ഭീകര നേതാക്കളും സംഘടനയുമായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. അതിനിടെ ഒക്ടോബർ 7 ആക്രമണത്തെപ്പറ്റി ഹാനിയയ്ക്ക് അറിയില്ലായിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഗാസയിലെ ഹമാസ് മിലിറ്ററി കൗൺസിൽ തയ്യാറാക്കിയ പദ്ധതി വളരെ സൂക്ഷ്മമായി സംരക്ഷിച്ച രഹസ്യമായിരുന്നു. അതിന്റെ സമയവും അളവും കണ്ട് ചില ഹമാസ് ഉദ്യോഗസ്ഥർ വരെ ഞെട്ടിപ്പോയതായി എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. അതേസമയം ഹമാസിന്റെ പോരാട്ടശേഷി വളർത്തിയെടുക്കുന്നതിൽ സുന്നി മുസ്ലിമായ ഹാനിയയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു. ഹാനിയ ഹമാസിന്റെ ഗാസയിലെ ഉന്നത നേതാവായിരുന്ന ദശകത്തിൽ സംഘത്തിന്റെ സൈനിക വിഭാഗത്തിലേക്ക് മാനുഷിക സഹായം വഴിതിരിച്ചുവിടാൻ അദ്ദേഹത്തിന്റെ നേതൃത്വ സംഘം സഹായിച്ചതായി ഇസ്രയേൽ ആരോപിച്ചിരുന്നു. 2017 ഹാനിയ ഗാസ വിട്ടപ്പോൾ ഹാനിയയുടെ പിൻഗാമിയുമായി യഹ്യ സിൻവാറാണ് ചുമതലയേറ്റിരുന്നത്. 2 പതിറ്റാണ്ടിലേറെ ഇസ്രായേൽ ജയിലിലായിരുന്നു സിൻവാർ. തടവുകാരെ കൈമാറ്റം ചെയ്യൽ കരാറിനനുസരിച്ചാണ് സിൻവാർ തിരികെ ഗാസയിലെത്തിയത്. അറബ് ഗവൺമെന്റുകളുമായുള്ള ഹമാസിന്റെ രാഷ്ട്രീയ പോരാട്ടമാണ് ഹാനിയെ നയിക്കുന്നതെന്ന് ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ ഫലസ്തീൻ കാര്യ വിദഗ്ധനായ അദീബ് സിയാദെ ആരോപിച്ചിരുന്നു. ഗ്രൂപ്പിലെയും സൈനിക വിഭാഗങ്ങളിലെയും കൂടുതൽ ഉന്നത വ്യക്തികളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമായിരുന്നു. ഹാനിയ ഹമാസിന്റെ രാഷ്ട്രീയ നയതന്ത്ര മുന്നണിയാണ് എന്ന് സിയാദ് പറയുകയായിരുന്നു. വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥ പങ്കുവഹിച്ച ഈജിപ്തിലെ ഉദ്യോഗസ്ഥരുമായ ഹാനിയയും ഖാലിദ് മിഷേലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ കാണാൻ ഹാനിയ നവംബർ ആദ്യം ടെഹ്റാനിൽ പോയതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1962 ഹാനിയ ജനിച്ചത്. ഗാസ അഭയാർത്ഥി ക്യാമ്പായ അൽഷാത്തിയിലായിരുന്നു ഹാനിയയുടെ വീട്. ഈ വീട്ടിൽ നവംബർ 16 ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു. ഈ വീട് ഹമാസിന്റെ മുതിർന്ന നേതാക്കളെ മീറ്റിംഗ് പോയിന്റ് എന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേൽ അറ്റാക്ക് ഉണ്ടായത്. ഹമാസ് നേതാവായിരുന്ന അഹമ്മദ് യാസിന്റെ അടുത്ത അനുയായിയായിരുന്നു ഹാനിയ. ഏകാധിപതികൾക്കും സ്വേച്ഛാധിപതികൾക്കും മുന്നിൽ മുട്ടുമടക്കരുത് എന്ന് ഞങ്ങൾ പഠിച്ചത് അഹമ്മദ് യാസിന്റെ അടുത്തു നിന്നായിരുന്നുവെന്ന് ഒരിക്കൽ ഹാനിയ പ്രതികരിച്ചിരുന്നു. ഏതാണ്ട് പൂർണ്ണമായും തളർന്നുപോയ അഹമ്മദ് യാസിനൊപ്പം ഏതു സമയത്തും ഹാനിയ ഉണ്ടായിരുന്നു. ഇസ്ലാമിനോടുള്ള സ്നേഹവും ഇസ്ലാമിന് വേണ്ടിയുള്ള ത്യാഗവും ഞങ്ങൾ പഠിച്ചത് അഹമ്മദ് യാസിനിൽ നിന്നായിരുന്നുവെന്ന് റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ഹാനിയ പ്രതികരിച്ചിരുന്നു. 2004 യാസിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഹമാസ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന്റെ ആദ്യകാല വക്താവായിരുന്നു ഹാനിയ. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ഉയർന്ന സംഭവവികാസങ്ങളെ നേരിടാൻ ഹമാസിനെ പ്രാപ്തമാക്കുമെന്നായിരുന്നു ഹാനിയ പറഞ്ഞിരുന്നത്. തുടക്കത്തിൽ ഇത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല. എന്നാൽ പിന്നീട് രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം 2006 ഫലസ്തീൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിക്കുകയും ഇസ്മായിൽ ഹാനിയ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. 2007 ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. ഹമാസ് സായുധ പോരാട്ടം ഉപേക്ഷിച്ചോ എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടർമാർ 2012 ചോദിച്ചപ്പോൾ തീർച്ചയായും ഇല്ല എന്ന് മറുപടി നൽകിയ ഹാനിയ എല്ലാ രൂപത്തിലും പോരാട്ടം തുടരുമെന്നായിരുന്നു അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. 2 മാസം മുമ്പ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഹാനിയ ഇറാനിലെത്തിയിരുന്നു.
അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി കണക്കാക്കരുതെന്ന് ഹമാസ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറിച്ച് അവർ തങ്ങളെ രക്ഷിതാവിങ്കിൽ ജീവിച്ചിരിക്കുന്നു. നമ്മുടെ മഹത്തായ ഫലസ്തീൻ ജനതയുടെയും അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെയും ലോകത്തിലെ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളുടെയും ജനങ്ങളോട് ഹമാസ് അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രസ്ഥാനത്തിന്റെ നേതാവും പോരാളിയും രക്തസാക്ഷിയുമായ അദ്ദേഹം ഇറാനിലെ താമസ സ്ഥലത്ത് സയനിസ്റ്റ് വഞ്ചനയിലൂടെയാണ് വിട പറഞ്ഞത്. നാം അല്ലാഹുവിന്റേതാണ്, അവനിലേക്കാണ് നാം എല്ലാവരും മടങ്ങുക. അത് വിജയത്തിന്റെയോ രക്തസാക്ഷിത്വത്തിന്റെയോ ജിഹാദിന്റെയാണെന്നും അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി. ഏപ്രിൽ 10 പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ 3 മക്കളും 4 പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടിരുന്നത്. മക്കളായ ഹസീം ഹനിയ, അമീൻ ഹനിയ, മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ, മോന, ഖാലിദ്, റസാൻ എന്നിവരുമാണ് കൊല്ലപ്പെട്ടിരുന്നത്. കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു മക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരമറിഞ്ഞപ്പോൾ ഇസ്മായിൽ ഹനിയ പ്രതികരിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.